DMCC മെട്രോ സ്റ്റേഷനിൽ നിന്ന് ട്രാമിൽ കയറിയിട്ട് മോണോ റെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി പോകുമ്പോഴാണ് ഷെയ്ക്ക് പറയുന്നത് സ്റ്റാറ്റസിൽ ഒതുക്കേണ്ട വ്ളോഗാക്കുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു ശരിയാണല്ലേ. പിന്നെ തുടങ്ങി 2 സ്റ്റേഷൻ അപ്പുറത്തേക്ക് ഷെയ്ക്ക് പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയാലോ. അങ്ങനെ അവിടെ ഇറങ്ങി ഷെയ്ക്കിന് 2-3 അടിച്ച പൊളിച്ച ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ അവിടെ എവിടെയാണ് മോണോ റെയിലെന്നൊക്കെ അന്വേഷിച്ചു. അവിടെ നിന്ന് 9 നമ്പർ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. 9 നമ്പർ സ്റ്റേഷൻ പാം ജുമേറ സ്റ്റേഷനാണ്. അങ്ങനെ 9 നമ്പർ സ്റ്റേഷൻ അവിടെയൊക്കെ എത്തി. നമ്മളവിടെ ഇറങ്ങി 9 നമ്പർ സ്റ്റേഷൻ അവിടെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്ന് ലെഫ്റ്റോട്ട് തിരിഞ്ഞാൽ ഒരു ലിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ലിഫ്റ്റ് കിട്ടി. അപ്പോൾ അവിടെ അങ്ങനെ ലിഫ്റ്റും കയറി ഇറങ്ങിയപ്പോൾ വിജനമായ സ്ഥലം. അവിടെ മോണോ റെയിൽ നിന്ന് കണ്ടപ്പോൾ കുറച്ച് സമാധാനം. പിന്നെ കിട്ടിയതോ ഒരു വിജനമായ ഒരു പാർക്കിംഗ് ഏരിയ. ഒരു വണ്ടിയുമില്ല, ഒരാളുമില്ല, അനക്കുമില്ല. എന്നാലും നടക്കാൻ മുമ്പോട്ട് നടത്തത്തിന് ഞാൻ തന്നെ ആയിരുന്നു നേതൃത്വം. മുമ്പിൽ നടന്നു. പിന്നെ അങ്ങ് ദൂരെ കുറച്ച് ആളെ കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. എത്താറായിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഷെയ്ക്കിന് ആരോ കണ്ടിട്ട് പറഞ്ഞു ഇത് കയ്യിൽ വെച്ച് ഉപകരിക്കും ടിക്കറ്റാണെന്ന് പറഞ്ഞു. ഷെയ്ക്കിനൊന്നും മനസ്സിലായില്ല. ഷെയ്ക്ക് ജസ്റ്റ് ട്രൈ ചെയ്തു. പക്ക ടിക്കറ്റാണ്. എൻജോയ് ചെയ്തു ഷെയ്ക്ക്. ഞാൻ ടെൻഷനെ കൊണ്ട് പിന്നെ ടിക്കറ്റ് എടുത്തു 35 ദിർഹംസ്. പിന്നെ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിൽ കയറാൻ നോക്കുമ്പോഴേക്കാണ് ഇതെങ്ങനെ ടാപ്പ് ചെയ്യേണ്ടത് എവിടെ ടാപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് തിരിച്ചു മറിച്ച് നോക്കി. നോ ഐഡിയ. അവസാനം സെക്യൂരിറ്റി തന്നെ വരേണ്ടി വന്നു. ആഹാ ഓപ്പൺ. ടിക്കറ്റ് ഫ്രീ കിട്ടിയ സന്തോഷത്തിൽ ഷെയ്ക്ക് നേരത്തെ വിട്ടു. അവിടെ റെയിലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞാനെത്തിയപ്പോഴേക്കും മുമ്പിലാണ് ഒടുക്കത്തെ തിരക്ക്. എന്താണ് കാര്യം ചോദിച്ചപ്പോൾ മുമ്പിലാണ് കാണാൻ കിടപ്പുള്ളത്. അങ്ങനെ നമ്മളും വിട്ടു മുന്നിലാണ് കിടപ്പ്. അങ്ങനെ മുന്നിൽ സീറ്റ് കിട്ടിയൊരു സന്തോഷത്തിൽ നമ്മൾ അങ്ങോട്ട് സെൽഫി അങ്ങോട്ട് പോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ട്രെയിന് മെല്ലെ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ശരിക്ക് ഒരു തൂക്കുപാലത്തിൽ നിന്ന് പോകുന്നൊരു ഫീലിങ്സ്. ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു പാതയിലൂടെ വലിയൊരു സാധനം പോവാണ്. ഇങ്ങോട്ട് തെന്നി വീഴുമോ അങ്ങോട്ട് തെന്നി വീഴുമോ, ശരിക്കും തൂക്കുപാലം ഫീൽ. അങ്ങനെ വ്യൂസൊക്കെ ഇങ്ങനെ മാറി മാറി വന്ന് ഞങ്ങളിങ്ങനെ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ആരും തോണ്ടിയിട്ട് വയ്ക്കുകയാണ്. നമുക്ക് ആ ഫ്രണ്ട് സീറ്റ് ഒന്ന് തരുമോ, എൻ്റെ കൂടെ ഉമ്മയുണ്ട്, ഉമ്മാക്കൊന്ന് കാണാൻ. പിന്നെ വിട്ടുകൊടുത്തു. ചെക്കനെ ആസ്വദിക്കിട്ടു. ചെക്കൻ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു. ഉമ്മാൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ, ബാക്കിൽ നിന്ന് നമ്മൾ സൂം അങ്ങോട്ട് കൂട്ടിയിട്ട് ബാക്കിൽ നിന്നായിരുന്നു നമ്മൾ വീഡിയോ എടുക്കൽ. പിന്നെ ഇടയിലിടയിൽ ഓരോ സ്റ്റോപ്പ് വരുമ്പോൾ അവിടെയൊക്കെ ഇറങ്ങാനുള്ള പെർമിഷൻ എനിക്കുണ്ട്. പക്ഷെ എവിടെ ഇറങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഷെയ്ക്കിന് ഫ്രീ കിട്ടിയ ടിക്കറ്റല്ലേ, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എവിടെയൊക്കെ ഇറങ്ങാൻ പറ്റും നമുക്കൊന്നും അറിയില്ല. അങ്ങനെ എവിടെ ഇറങ്ങാതെ നമ്മൾ വ്യൂസ് മാത്രം നോക്കി നേരെ വിട്ടു ലാസ്റ്റ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കാണ് അതിൻ്റെ ഒരു ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ആഹാ, എന്തൊരു സുന്ദരമായ പ്രദേശം. വീഡിയോ എടുക്കുന്ന ഞാൻ തന്നെ കൺഫ്യൂസായി പോയി. ഈ ഭാഗം എടുക്കണോ, ഒന്ന് സൂമാക്കി പിടിച്ചു, അതല്ല ഇപ്പുറത്തെ ഭാഗത്ത് എടുക്കണോ, അതുമല്ല ഫ്രണ്ട് സൈഡ് എടുക്കണോ. ഏതായാലും പൊള്ളി വ്യൂസാണ് 2 ഭാഗത്തും. അങ്ങനെ ട്രെയിൻ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പുറത്തിറങ്ങിയപ്പോഴേക്ക് ഒന്നും പറയണ്ട.